ഹായ് നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മോർണിംഗ് സെഷനിലേക്ക്. നമ്മൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ് ഇന്നും നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. സെക്കൻഡ് ഡേ നമ്മൾ സൈക്കോളജി തന്നെയാണ് നോക്കിയത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് സൈക്കോളജിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഇനിയിപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാര്യങ്ങൾ മുഴുവൻ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും റെഡി ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, കൃത്യമായിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ നല്ല നീറ്റായിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അതുപോലെ ഓരോ തവണ ഓരോ സെറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിലൊക്കെ റെയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ എന്ത് ചെയ്യണം, ഒരു ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പെട്ടെന്ന് നോക്കണം, അതും ഏറ്റവും ചെറിയ സമയത്ത്. ഓക്കെ, ഇങ്ങനെയാണ്. അഞ്ജന 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവൾ വീട്ടിൽ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. എന്നാൽ സ്കൂളിൽ എത്തിയാൽ അവൾ വാചാലയാകും. ഇത് കാണിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. അഞ്ജന, എ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ്, ഡസ് നോട്ട് ടോക്ക് മച്ച് അറ്റ് ഹോം. ഓക്കെ, ഡസ് നോട്ട് ടോക്ക് മച്ച് അറ്റ് ഹോം ബട്ട് ടോക്സ് എ ലോട്ട് അറ്റ് സ്കൂൾ. ദിസ് ഷോസ് ദാറ്റ് ഡാഷ്. ഓപ്ഷൻസ്. ഓക്കെ, സ്കൂളിൽ കുട്ടികൾക്ക് സംസാരിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. അതായത് ദ സ്കൂൾ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ചിൽഡ്രൻ ടു ടോക്ക് എ ലോട്ട്. നെക്സ്റ്റ്, സ്കൂളിൽ കുട്ടികൾ കൂടുതൽ സംസാരിക്കണമെന്ന് അധ്യാപകർ നിർദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഡിമാൻഡ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ടോക്ക് എ ലോട്ട് അറ്റ് സ്കൂൾ. അടുത്തത് ഓപ്ഷൻ സി നോക്കാം. അവൾ വീട്ടിലെ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നില്ല, ഓർ ഷീ ഡസ് നോട്ട് ലൈക്ക് ഹെർ ഹോം അറ്റ്മോസ്ഫിയർ. ആൻഡ് ഓപ്ഷൻ ഡി, അവളുടെ ചിന്തകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് സ്കൂളിലാണ്. അതായത് ഹെർ തോട്ട് ഗെറ്റ് അക്നോളജ്ഡ് അറ്റ് സ്കൂൾ. 4 ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു. അപ്പൊ അഞ്ജന 7ാം ക്ലാസ്സിലെ കുട്ടിയാണ്, യുപി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. വീട്ടിൽ അധികം കുറച്ച് മാത്രമേ സംസാരിക്കൂ. പക്ഷെ സ്കൂളിലെത്തിയാൽ അവർ വളരെ അധികം എന്ത് ചെയ്യും, ആക്റ്റീവായിട്ട് സംസാരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ചില പേരൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എന്താണ്, വീട്ടിൽ തീരെ മിണ്ടാറില്ല, മിണ്ടാപ്പൂച്ചയാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്കറിയാലോ, സ്കൂളിൽ എത്തിയാൽ നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിൽ മിണ്ടാതിരിക്കുന്ന കുട്ടികൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് കാര്യങ്ങൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക, നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആൻസർ എന്താ വരിക, സംശയം വേണ്ട, ഇവിടെ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് സ്കൂളിൽ കുട്ടികൾക്ക് സംസാരിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് എന്ത് പല കാരണങ്ങളാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അവസരങ്ങൾ കിട്ടും, നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. അവരുടെ ഫ്രണ്ട് സർക്കിൾ ആയാലും പിയർ ഗ്രൂപ്പ് ആയാലും എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു അവസരം, അവർക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ നന്നായിട്ട് സംസാരിക്കും. ക്ലിയർ, അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ അവിടെ അതിന് പല കാരണങ്ങളാവാം, അവസരങ്ങൾ പല രീതിയിലാവാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. അധ്യാപകൻ കുട്ടികളോട് അവരുടെ നോട്ട് ബുക്കിൽ 4 ത്രികോണങ്ങൾ വരയ്ക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഓരോ ത്രികോണത്തിന്റെയും കോണുകൾ അളന്ന് അവയുടെ തുക കാണാൻ പറഞ്ഞു. ഓരോ ത്രികോണത്തിന്റെയും കോണുകളുടെ തുക 150 ഡിഗ്രി എന്നാണ് കിട്ടിയത്. ഇതിൽ നിന്ന് അവർ കണ്ടെത്തിയത് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നാണ്. ഇവിടെ ഉപയോഗിച്ച രീതി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ. ആഗമന രീതി, നിഗമന രീതി, പരീക്ഷണ രീതി, ചിത്രരചന രീതി. പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ടീച്ചർ ടോൾഡ് ദ സ്റ്റുഡൻസ് ടു ഡ്രോ 4 triangles in their notebook. അല്ലെ, അതായത് അവരുടെ നോട്ട് ബുക്കിൽ നിന്ന് 4 ത്രികോണങ്ങൾ ഇതുപോലെ വരക്കാനായിട്ട് അധ്യാപകൻ പറഞ്ഞു. 4 ത്രികോണങ്ങളാണ്, ട്രയാങ്കിൾസ് ആണ് വരക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ട്രയാങ്കിൾ, അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ നോ പ്രോബ്ലം, പെട്ടെന്ന് കിട്ടും. പിന്നെ എന്താണ്, then instructed to measure and take the total of all the angles of each triangle. അതായത് ഈ തന്നിരിക്കുന്ന ഓരോ ത്രികോണങ്ങളുടെ 3 ആംഗിൾസ് ഉണ്ട്, ഓരോന്നിനും 3 ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ വീതമാണ് ഉള്ളത്. അതൊക്കെ പ്രൊട്രാക്ടർ വെച്ചിട്ട് മെഷർ ചെയ്ത് എഴുതാനായിട്ട് അധ്യാപകൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 എണ്ണത്തിന് ഈ പറഞ്ഞ പോലെ അവർ എഴുതി കൊടുത്തു. എന്നിട്ട് അതെല്ലാം കൂടെ ഓരോന്നിന്റെയും 3 കൂടെ കൂട്ടിയാൽ ടോട്ടൽ സം, ആംഗിൾ സം എത്രയാണെന്നുള്ളത് എഴുതാനായിട്ട് പറഞ്ഞു. ദ ടോട്ടൽ ഓഫ് ഈച്ച് ട്രയാങ്കിൾ വാസ് സം ടു ബി 180 ഡിഗ്രി. അപ്പൊ എല്ലാത്തിന്റെയും 180 ഡിഗ്രി വെച്ചിട്ടാണ് 3 ആംഗിളും കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയതെന്ന് ആ കുട്ടികൾക്ക് മനസ്സിലായി. കുട്ടികൾ അത് പറഞ്ഞു, എല്ലാത്തിനും ഒരുപോലെയാണ് കിട്ടിയത് അല്ലെ. From this they found that sum of all the angles of a triangle is 180 degree. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് മനസ്സിലായി എന്താണ്, ഏത് ട്രയാങ്കിൾ എടുത്താലും അതിന്റെ sum of 3 angles of any triangle or all the triangles. Okay, sum of all 3 angles of all triangles is 180 degree. Okay, 180 degree ആണെന്ന് മനസ്സിലായി, 180 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഈ മെത്തേഡ് എന്താണ്, ഇവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്താണെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ്, അദ്ദേഹം നേരിട്ടിട്ട് എല്ലാ ട്രയാങ്കിളിന്റെയും 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടില്ല. പകരം കുട്ടികളെ കൊണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി, സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. നോക്കിയേ, എന്താണ്, കുറെ ട്രയാങ്കിൾ വരപ്പിച്ചു, അതിന്റെ എല്ലാ ആംഗിളും മെഷർ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അതിന്റെ ആംഗിളിന്റെ ഓരോന്നിന്റെയും സം അല്ലെ, ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം ഓരോന്നിന്റെയും 180 ഡിഗ്രി ആണ് എന്നുള്ള കാര്യം
കുട്ടികളെ കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യിപ്പിച്ചു, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതിലൂടെ അവർ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിലേക്ക് അദ്ദേഹം എത്തി. എന്താണ്? ദ സം ഓഫ് ഓൾ ദി ആംഗിൾസ്, ഓക്കെ, ഓൾ ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി എന്നുള്ള കാര്യം മനസ്സിലായി. ഇതാണ് ലാസ്റ്റ് ഒരു ജനറൽ പ്രിൻസിപ്പിളിലേക്ക് എത്തുവാണ് അല്ലെ. അപ്പൊ സ്പെസിഫിക് പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ എത്തുവാണ്. അത് എന്ത് മെത്തേഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ എളുപ്പത്തിൽ കിട്ടും. എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, DGP എന്ന് പറഞ്ഞ ഷോർട്ട് ഫോം ഞാൻ പഠിക്കാൻ പറഞ്ഞു. ഡിഡക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. ഓക്കെ, അത് പൊതുവായതിൽ നിന്ന് സ്പെസിഫിക് ഒരു പെർട്ടിക്കുലറിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് മനസ്സിലായി ഒരു പൊതുവായ കാര്യത്തിലേക്ക് വരുവാണ് പെർട്ടിക്കുലർ ആയതിൽ നിന്ന്. ഓക്കെ, എന്ന് വെച്ചാൽ അതെന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ഡിഡക്റ്റീവും ഇൻഡക്റ്റീവ് ആണ്. അപ്പൊ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആഗമന രീതിയാണ്. ഓക്കെ, ആഗമന രീതിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓർ ആഗമന രീതി എന്നുള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഭാഷയുടെ വികാസത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം അഥവാ ലാഡ് ഉണ്ടെന്ന് വിശദീകരിച്ചത് ആരാണ്? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഹു എക്സ്പ്ലെയിൻ ദാറ്റ് there is a language acquisition device in the brain of every individual for the development of language? ആരാണ്? അത് ഞാൻ അധികം നമ്മൾ സമയം കളയണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ആരാണ്? ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ആരാണ്? യാതൊരു സംശയം വേണ്ട, നോം ചോംസ്കി ആണ്. ഓക്കെ, നോം ചോംസ്കി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓരോ കുട്ടിയുടെയും ബ്രെയിനിൽ ഏത് ഭാഷ പഠിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിലൂടെയാണ് ഈ പറഞ്ഞ ലാഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ചോംസ്കി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഭാഷാ വികാസവുമായി എന്ത് പറഞ്ഞാലും എന്താണ്, നമ്മുടെ നോം ചോംസ്കി ആയിരിക്കും കൂടുതൽ സാധ്യതകൾ. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാണ്. സോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. ഇതാ, മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ആദർശ് വായന തുടങ്ങിയത്. എന്നാൽ പിന്നീട് വായനയെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? നല്ലൊരു ചോദ്യമാണ്. ആദർശ് വാസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് ബുക്സ്. ഹിസ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് persuaded him to read books. In the beginning, his response was negative, but later reading became a habit of his life. Related with the personality, this is an example of dash എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത് ഏതിനുള്ള ഉദാഹരണം, ഇത് ഉദാഹരണമാണ്, എന്തിനുള്ള ഉദാഹരണമാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. എന്താണ് വരിക? ഏതിനുള്ള ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണല്ലോ. ഏതിനുള്ള ഉദാഹരണമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുമോ? വളരെ എളുപ്പമാണ്. അപ്പൊ ചോദ്യം ആദ്യം മനസ്സിലാക്കുക. ആദർശം എന്ന് പറയുന്ന കുട്ടിക്ക് എന്തല്ല, വായന എന്ന് പറഞ്ഞ കാര്യമേ ഇഷ്ടമല്ല, ബുക്ക് കാണുന്നതേ ഇഷ്ടമല്ല. എന്നാൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപകരുടെ മാതാപിതാക്കൾ പാരന്റ്സ് ഒക്കെ നിർബന്ധ പ്രകാരം പുസ്തകം വായിക്കാൻ തുടങ്ങി, വായിച്ചു തുടങ്ങി. അപ്പൊ വ്യക്തിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇത് ഏതിനുള്ള ഉദാഹരണമായിട്ട് പറയാമെന്നാണ് ചോദിച്ചത്. അവന്റെ ആ ഒരു സ്വഭാവം. ഓക്കെ, എന്താണ്? പിന്നീട് അവന് വായന ഇല്ലാതെ പറ്റുന്നില്ല, ഫുൾ ടൈം വായനയായി അല്ലെ. വായന അവന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെ ആക്കി മാറ്റിയതാണ്. ആദ്യം തീരെ താല്പര്യമില്ല, ആ കാര്യത്തെ മെല്ലെ 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 എന്ത് ചെയ്ത് അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുവാണ്. പിന്നെ അതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ അത് ഇൻക്യുബേഷൻ ആണോ, പ്രിപ്പറേഷൻ ആണോ, ഓറിയന്റേഷൻ ഓർ ഫങ്ഷണൽ ഓട്ടോണമി? ഏതാ വരിക? ഇൻക്യുബേഷൻ, പ്രിപ്പറേഷൻ, ഓറിയന്റേഷൻ ആൻഡ് ഫങ്ഷണൽ ഓട്ടോണമി. അപ്പൊ ഈ ടൈപ്പ് ഇതിന് മുന്നേ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റൻ. അപ്പൊ മനസ്സിലാക്കിയ ആൻസർ വരുന്നത് ഫങ്ഷണൽ ഓട്ടോണോമി ആണ് കേട്ടോ. ഫങ്ഷണൽ ഓട്ടോണോമി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡി. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഡസന്റ് ബിലോങ് ടു പിയാഷെ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? നിങ്ങൾക്കറിയാം, ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിട്ട് 4 സ്റ്റേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് അല്ലേ, എന്ന് വെച്ചാൽ ഇന്ദ്രിയ ചാലഘട്ടം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നുള്ള ഒരു ഘട്ടം നിങ്ങൾ രണ്ടാമത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതായത് പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ അതിന് നമ്മൾ രൂപാത്മക മനോവ്യാപാര ഘട്ടം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രതിരൂപാത്മക ഘട്ടം എന്നൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ വരുന്നതാണ് ഏതാണ്? ലാസ്റ്റ് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് അല്ലെ. ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് അതിൽ ഉൾപ്പെടാത്ത ഏതെന്നേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. നോക്കിയേ, ഇന്ദ്രിയ ചാലഘട്ടം ഓർ സെൻസറി മോട്ടോർ സ്റ്റേജ് അതിൽ വരുന്നതാണ്. പ്രാഗ് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അതിൽ വരുന്നതാണ്. നിങ്ങൾക്കറിയാം, സിമ്പിൾ ആണ് അല്ലെ. രൂപാത്മക ഘട്ടം അതും വരുന്നതാണ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നതാണ്. പിന്നെ വരേണ്ടത് ശരിക്കും ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. പക്ഷെ നമുക്ക് എന്ത് മനസ്സിലായി? ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ല. പകരം എന്താണ് തന്നിട്ടുള്ളത്? ബിംബന ഘട്ടം എന്നാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? ബിംബന ഘട്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഐക്കോണിക് സ്റ്റേജ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ അതിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതിന്റെ വയസ്സൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നായിരിക്കും. ഇന്ദ്രിയജാല ഘട്ടം എന്ന് വെച്ചാൽ ഏകദേശം ഒരു എന്താണ് ഓർമ്മയുണ്ടാവില്ലേ? ഒരു ജനനം മുതൽ ഏകദേശം 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇന്ദ്രിയജാല ഘട്ടമായിട്ട് വരിക. പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു 2 മുതൽ നമുക്കൊരു 7 വയസ്സ് വരെയുള്ള ഒരു ടൈം പീരീഡ് ആയിട്ട് പറയാം അല്ലെ. രൂപാത്മക ഘട്ടം എന്ന് വെച്ചാൽ ഒരു 7 to 11 അല്ലെങ്കിൽ ഒരു 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും.
പിന്നെ അതിന്റെ മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ 12 മുതൽ മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആയിട്ട് പറയുക. ഓക്കെ, അടുത്തത് കുട്ടി പഠിച്ച കാര്യങ്ങൾ സ്വയം വിമർശനാത്മകമായി പരിശോധിച്ച് ആശയങ്ങൾ ഗ്രഹിക്കുന്ന ഒരു മെറ്റാ കോഗ്നിറ്റീവ് തലവും വിലയിരുത്തലിനുണ്ട്. ഇതിനെ പറയുന്ന പേരെന്താണ്? The learned concepts will be critically evaluated by the learner and more clarity will be made by themselves through self-learning. This metacognitive level of assessment is called dash. എന്താ വരുക? പഠനത്തെ വിലയിരുത്തൽ or assessment of learning. പഠനത്തിനായുള്ള വിലയിരുത്തൽ assessment for learning. വിലയിരുത്തൽ തന്നെ പഠനം അല്ലെങ്കിൽ assessment as learning and option D all the above. എല്ലാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ശരിക്കും മനസ്സിലാക്കുക. കുട്ടി പഠിച്ച കാര്യങ്ങൾ സ്വയം വിമർശനാത്മകമായി പരിശോധിച്ച് ആശയങ്ങൾ ഗ്രഹിക്കുന്ന ഒരു മെറ്റാകോഗ്നിറ്റീവ് തലവും വിലയിരുത്തലും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതറിയപ്പെടുന്ന പേര്. ഇവിടെ കുട്ടി തന്നെ അവനെ വിമർശനാത്മകമായിട്ട് അവരെ തന്നെ പരിശോധിക്കുവാണ് ആ കുട്ടി സ്വയം. ഓക്കെ, സെൽഫായിട്ട് അവൻ അസസ് ചെയ്യണം സ്വന്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഒരു പഠിതാവ് അല്ലെങ്കിൽ ലേണർ അവന്റെ പഠനം എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവൻ തന്നെ ചിന്തിച്ച് അവന് വേണ്ട മാറ്റങ്ങളൊക്കെ അവൻ സ്വയം കണ്ടെത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ്, എന്ത് തരത്തിലുള്ള അസസ്മെന്റ് എന്ന് ചോദിച്ചാൽ പഠനത്തെ വിലയിരുത്തലോ അല്ലെങ്കിൽ പഠനത്തിനായുള്ള വിലയിരുത്തലോ അല്ല, വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളതാണ് വരിക. അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ്. ഓക്കെ, അവിടെ മറ്റാരും അല്ല, അവൻ തന്നെ സ്വയം ചെയ്തും വേണ്ട മാറ്റങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ പോരാ, കുറച്ചും കൂടി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്ത മോശമില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ട് എന്നൊക്കെ നിങ്ങൾ സ്വയം കണ്ടെത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ അസസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അസസ്മെന്റ് ആസ് ലേണിംഗ് ഓർ വിലയിരുത്തൽ തന്നെ പഠനം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ജനറൽ വെറുതെ സമയം കളയേണ്ടെന്നുള്ളതുകൊണ്ടാണ്. പഠനം കാര്യക്ഷമമാകുന്നത്. ഓക്കെ, എഫക്റ്റീവ് ലേണിംഗ് ടേക്സ് പ്ലേസ്. അപ്പൊ ഈ പറഞ്ഞ 4 കാര്യത്തിൽ പഠനം കാര്യക്ഷമമാകുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, നോക്കിയേ ഓരോന്നായിട്ട് നോക്കാം. സൗഹാർദ്ദപരമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധം സാധ്യമാകുമ്പോൾ ഓർ ഇൻ ആൻ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം. നെക്സ്റ്റ്, അധ്യാപിക ക്ലാസ്സിൽ കർശനമായി ഇടപെടുമ്പോൾ ഓർ വെൻ ദ ടീച്ചർ ഈസ് വെരി സ്ട്രിക്റ്റ് ഇൻ ക്ലാസ്. അധ്യാപിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ when the teaching is for preparation of examinations and option D അധ്യാപിക ധാരാളം നോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ when lot of notes are detected. അപ്പൊ നമുക്ക് ഇതിൽ ഏതാ പറയാൻ പറ്റുക? പഠനം കാര്യക്ഷമമാകുന്നത് ഏത് ടൈമിലാണ്, എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് നടക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. എന്ത് പറയാൻ പറ്റും? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പഠനം നടക്കുന്നത് യാതൊരു സംശയവും വേണ്ട ഓപ്ഷൻ എ ആണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സൗഹാർദ്ദപരമായിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥി ബന്ധം സാധ്യമാകുമ്പോഴേ പഠനം നടക്കും. അല്ലാതെ തല്ലി പഠിപ്പിച്ചുകൊണ്ടോ നുള്ളി പഠിപ്പിച്ചുകൊണ്ടോ നിങ്ങൾ ചീത്ത വിളിച്ചുകൊണ്ടോ പുറത്താക്കിക്കൊണ്ടോ ക്ലാസ്സിൽ തന്നെ ബെഞ്ചിന്റെ മേലെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങളോട് ആ സമയത്ത് നിങ്ങളെ പേടിച്ചിട്ട് ചിലപ്പം ഉണ്ടാതിരിക്കും എന്നുള്ളത് നിങ്ങളോട് ദേഷ്യം കൂടുകയും. ഓക്കെ, അപ്പോൾ എപ്പോഴും നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനനുസരിച്ചാകുമ്പോൾ നിങ്ങളോട് കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാവും, നിങ്ങൾ പറയുന്നത് അവർ ഫോളോ ചെയ്യും. അതേ നടക്കും. അല്ലാതെ നമ്മൾ ഈഗോയുടെ പുറത്തുനിന്ന് ചീത്ത പറഞ്ഞിട്ടോ അങ്ങനെ കുറെ പ്രത്യേകിച്ച് ഞാൻ കാണാറുണ്ട്. ലേഡി ടീച്ചേഴ്സ് ആണ് കൂടുതൽ ഈ വല്ലാതെ ഇങ്ങനെ ഈഗോയുടെ ഇതിൽ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, പൊതുവെ എല്ലാ സ്റ്റാഫ് റൂമിലും കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അടുത്ത കാര്യം, അതുപോലെ ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റു ടീച്ചേഴ്സിനോടൊക്കെ സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. ഓക്കെ, അടുത്തത് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ആദ്യത്തെ 4 എണ്ണം ഏറ്റവും അത്യന്താപേക്ഷിതമായ അടിസ്ഥാന ആവശ്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. The first 4 needs of Maslow's hierarchy of needs are known as deficiency needs. ശരിക്കും ശ്രദ്ധിക്കണം, deficiency needs. ഓക്കെ, അത്യന്താപേക്ഷിതമായിട്ടുള്ള ആവശ്യങ്ങളാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. Which of the following are the deficiency needs? അപ്പോൾ മാസ്ലോയുടെ ശ്രേണിയിൽ ആദ്യത്തെ 4 എണ്ണത്തെ നമ്മൾ വിളിക്കുന്നത് ഡെഫിഷ്യൻസി നീഡ്സ് എന്നാണ്. അത് ഏതൊക്കെയാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ ഒന്നും ആവശ്യമുണ്ടാവും തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്റ്റേജസ് ഒക്കെ അറിയുന്നവരാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് തന്നെ വരും ഇപ്പോൾ. അപ്പോൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ എ ബി സി ഡി 4 ഓപ്ഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി മാറ്റി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത് വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കണം, മാസ്ലോയുടെ അടിസ്ഥാന ഏറ്റവും ആദ്യം വരുന്ന ഫിസിയോളജിക്കൽ നീഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഏറ്റവും ടോപ്പിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അതായത് പ്രാഥമിക ശാരീരിക ആവശ്യങ്ങളാണ് ഏറ്റവും ആദ്യം വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമത് വരുന്ന സേഫ്റ്റി നീഡാണ്. നിങ്ങൾക്കറിയാം, അതായത് സുരക്ഷിതത്വ ആവശ്യങ്ങളാണ്. സേഫ്റ്റി നീഡാണ്. മൂന്നാമത് വരുന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിനെസ് അല്ലെ, നമ്മുടെ സ്നേഹം, കരുതലോ അല്ലെങ്കിൽ സ്നേഹങ്ങളൊക്കെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങളാണ്. പിന്നെ വരുന്ന ഫോർത്ത് വരുന്നതാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം നീഡ് അല്ലെങ്കിൽ ആദരിക്കുക, ബഹുമാനിക്കപ്പെടുക എന്നൊക്കെയുള്ള ഒരു ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതാണ് വരിക. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം ഫിസിയോളജിക്കൽ നീഡ്, പിന്നെ സേഫ്റ്റി നീഡ്, പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിനെസ് ആൻഡ് ഫോർത്ത് പൊസിഷൻ ആണ് എസ്റ്റീം നീഡ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരിക. കിട്ടിയിട്ടുണ്ടാവും, ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം.
പൂർവ്വ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ കാണപ്പെടുന്നതാണ് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്. ഇവ അവതരിപ്പിച്ചത് ആരും? ഒന്നുമില്ല. ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് ഒക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, റിലേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഫ്രോയിഡ്, ആൽപോർട്ട്, കോഹ്ലർ, ഒസബൽ. ഡയറക്റ്റ് ചോദ്യമാണ്, വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഡയറക്റ്റ് ഒത്തിക്കോ. എന്താണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആൻസർ. ഫ്രോയിഡ് എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കുക. അതിലുള്ള ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രോയിഡ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ദിവസം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ടേം ഡിഫൻസ് മെക്കാനിസം ഈസ് റിലേറ്റഡ് ടു അല്ലെ കണക്ടിങ് വിത്ത് എന്നൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. കഴിഞ്ഞ ഒരു മാസമായി അരുൺ എന്ന 7ാം ക്ലാസ്സുകാരൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടു? സൈക്കിൾ ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് കുറേ കാലങ്ങളായിട്ട്, പക്ഷെ ഇതുവരെയും പഠിക്കുന്നില്ല, ബാലൻസ് ആയിട്ടില്ല, പറ്റുന്നില്ല. എന്താണ് ആ ഒരു ലേണിംഗ് ഡിസബിലിറ്റി? ഏതാണ്? നാമവൈകല്യം ഒരു ഡിസ്നോമിയ, പ്രയോഗ വൈകല്യം ഡിസ്പ്രാക്സിയ, ആലേഖന വൈകല്യം ഡിസ്ഗ്രാഫിയ, അതുപോലെ തന്നെ വായനാ വൈകല്യം ഡിസ്ലെക്സിയ. ഏതാ വരുക? ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക. സൈക്കിൾ ഓടിക്കുക എന്ന് വെച്ചാൽ മറ്റു പഠനമായി ചിന്തിക്കാൻ പാടില്ല. സൈക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടാണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് അല്ലേ. നമ്മൾ മൊത്തം ബോഡി ബാലൻസ് ഒക്കെയാണ് അവിടെ വരുന്നത്. എന്നാലും നമുക്ക് 2 വീലറോ അല്ലെങ്കിൽ സൈക്കിളോ ഒക്കെ ഓടിക്കുക ബാലൻസ് ആവും. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക, നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ പറ്റണം, നമ്മുടെ കൺട്രോൾ എത്തിക്കാൻ പറ്റണം, എന്നാലും നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ വരുന്നത് അത് പറ്റാത്ത അവസ്ഥയാണ് ഡിസ്പ്രാക്സിയ. നമ്മുടെ ബോഡി മൂവ്മെന്റ് ഒന്നും കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വൈകല്യമാണ് ഡിസ്പ്രാക്സിയ അഥവാ ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ ഞാൻ തേർഡിലാണ് പോയിട്ട് മാർക്ക് ചെയ്തത്, സോറി. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉള്ളത് അല്ലേ. ഓക്കെ, ഡിസ്പ്രാക്സിയ പ്രയോഗ വൈകല്യം എന്ന് പറയും. ഡിസ്നോമിയ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, റിലേറ്റഡ് ടു ഡിസബിലിറ്റി റിലേറ്റിംഗ് നെയിം ആണ്. ഓക്കെ, നെയിം ആണ്, നാമവൈകല്യമാണ്. അതായത് വ്യക്തികളുടെയോ സാധനങ്ങളുടെയോ സ്ഥലങ്ങളുടെയോ ഒക്കെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുക, പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടാതിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ 14 ജില്ലകളുടെ പേരൊക്കെ പഠിച്ചാൽ പെട്ടെന്ന് പഠിച്ചിട്ട് കിട്ടാത്ത അവസ്ഥയുണ്ട്, മറന്നു പോകുന്ന അവസ്ഥയുണ്ട്. അതല്ലാതെ എപ്പോഴും ഇങ്ങനെ എത്ര ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുക, അല്ലെങ്കിൽ എല്ലാ എണ്ണവും കൃത്യമായിട്ട് കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ ഏത് തരത്തിലും മനുഷ്യന്മാരുടെ പേരായാലും പെട്ടെന്ന് കിട്ടാതിരിക്കുക, അതൊക്കെയാണ് ഡിസ്നോമിയ. ഡിസ്ഗ്രാഫിയ നിങ്ങൾക്കറിയാം, എഴുത്ത് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടാണ്, തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുന്നതാണ് ഡിസ്ഗ്രാഫിയ. ലെക്സിയ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം വായനയാണ്. ഓക്കെ, വായന ലേണിംഗ് ഡിസബിലിറ്റി ഓഫ് റീഡിംഗ് ആണ്, റീഡിംഗ് ഡിസബിലിറ്റി ആണ്, വായനാ വൈകല്യമാണ്. കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല, സംശയങ്ങളായിരിക്കും, അക്ഷരങ്ങളൊക്കെ മാറിപ്പോകുന്നു, വായിക്കുമ്പോൾ മാറിപ്പോകും, മറ്റത് എഴുതുമ്പോഴാണ്. ഇത് ചിലപ്പം എന്താണ് ഒരു മാസമായി എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വായിക്കും, അല്ലെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ വായിക്കും, അങ്ങനെയൊക്കെ വരുന്നതാണ് ഡിസ്ലെക്സിയ. ഓക്കെ, അപ്പൊ ഇത്രയും. പിന്നെ ഡിസ്കാൽക്കുലി ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഡിസ്കാൽക്കുലി വെച്ചാൽ മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ, മാത്സുമായി ബന്ധപ്പെട്ട നമ്പർ, സംഖ്യകളോ കാര്യങ്ങളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതെന്തല്ല, ഈ പറഞ്ഞ ലെക്സിയോ അല്ലെങ്കിൽ ഗ്രാഫിയോ അല്ല, അത് ഡിസ്കാൽക്കുലിയാണ്. ഗണിതവുമായി ബന്ധപ്പെട്ടിട്ട്, മാത്സുമായി ബന്ധപ്പെട്ട് എന്ത് മാറിപ്പോയാലും അത് ഡിസ്കാൽക്കുലിയാണ്. അതിപ്പോ ക്ലോക്കിൽ സമയം നോക്കിയിട്ട് കൃത്യമായിട്ട് ടൈം കിട്ടുന്നില്ല, നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. അപ്പൊ സംഖ്യ ആയി ബന്ധപ്പെട്ട്, നമ്പറുമായി റിലേറ്റ് ചെയ്ത് എല്ലാം ഡിസ്കാൽക്കുലിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കും. പിന്നെ മാത്തമാറ്റിക്കൽ സൈനും സിമ്പിളും കാര്യങ്ങളൊക്കെ പ്ലസും മൈനസ് എല്ലാം മാറുന്ന എല്ലാം ഡിസ്കാൽക്കുലിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു ജസ്റ്റ് നമുക്ക് ആ ഒരു മോർണിംഗ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കുക. അവിടെയാണ് നമ്മുടെ എഫക്റ്റീവ് ലേണിംഗ് നടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ഇതായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ വരും സമയങ്ങളിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കൂടുതൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണം. ടോപ്പിക് വൈസ് നിങ്ങൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കവർ ചെയ്യുക. അടുത്ത സെഷനിൽ കാണാം. ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാം. നല്ല തണുപ്പൊക്കെ ഉണ്ടാകുമെന്ന് അറിയാം. ഓക്കെ, രാവിലെയാണ്, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. പിന്നെ PDF മെറ്റീരിയൽ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കാണുന്ന രീതിയിൽ അതൊക്കെ പർച്ചേസ് ചെയ്ത് വായിച്ച് പഠിക്കാം. കിട്ടാത്ത സമയം മൊത്തം നിങ്ങൾ എന്ത് കേട്ടും വായിച്ചൊക്കെ ആയിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.